കുമ്പിട പോണ ദൈവം എന്ന പാട്ടൊക്കെ പാടി തുള്ളാനൊന്നും അല്ല പോകുന്നത്. കയ്യിലിരിക്കുന്നത് ഉലുവയുടെ ഇലയാണ്. ഒരു കൊല്ലത്തിന് ശേഷം ഉലുവയുടെ ഇല കൈ കിട്ടിയതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് കാണുന്നത്. തണ്ട് മാറ്റി ഇല മാത്രം ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതിയാവും. ആദ്യകൂട്ടം ഇവിടെ തണ്ട് വെച്ച് കളിച്ചോണ്ടിരിപ്പുണ്ട്. ഉലുവയുടെ ഇല മാത്രം എടുത്താൽ മതിയാവും. തണ്ടെടുത്ത എന്റെ സബ്ജി മൊത്തം കയ്പായിരിക്കും. TV കണ്ടോണ്ടിരുന്ന ചേട്ടനെയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇലകളെല്ലാം പിച്ചി എടുത്തിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, ഞാൻ ഗുസ്തിയൊന്നും കൂടാൻ പോകുന്നതല്ല. ഇലകളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. മണ്ണും ചെളിയും പോകാനായിട്ടാണ് ഇങ്ങനെ കോരിവാരി എടുക്കുന്നത് എല്ലാ ഇലകളും. അതിനായിട്ട് 3 വലിയ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് കാർത്തിക് വന്നത് എന്തെങ്കിലും ഹെൽപ്പും ചോദിച്ചിട്ടുണ്ട്. അവന് ഞാൻ ചേട്ടന്റെ കൂടെ റൊട്ടി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. 2 എണ്ണം ചുട്ടിട്ട് കാർത്തിക് അവന്റെ വഴിക്ക് പോയി. ഇനി നമുക്ക് സബ്ജി ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലോട്ട് ജീരകം പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. റൊട്ടി ഉണ്ടാക്കുന്ന ഇടയിലും ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ വരുന്നുണ്ട്. ഉലുവയിലേക്ക് കയ്പായതുകൊണ്ട് നമുക്കൊരു 4 തക്കാളിയെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തിക്കേറ്റി വെച്ച് കൊടുക്കാം. ഇലകളുടെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കാൽഭാഗം മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് റൊട്ടിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ടാറ്റാ.